സഖാക്കളുടെയും പേരുകൾ ഐകകണ്ഠേന തീരുമാനിക്കുകയുണ്ടായി. ഇപ്പോൾ ചേർന്ന് പിരിഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ ആ പേരുകൾ ഇതുപോലെ തന്നെ ഏകമനസ്സോടെ അംഗീകരിച്ചു. ആ പേരുകൾ നിങ്ങൾ അറിയിക്കുന്നതിന് മുമ്പ് സ്വല്പം രാഷ്ട്രീയം പറയാനുണ്ട്. അത് നിങ്ങൾ കൊടുത്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പൊതുവെ നിങ്ങൾക്കെല്ലാം സ്നേഹമായതുകൊണ്ടായിരിക്കാം രാഷ്ട്രീയം തീരെ പറയില്ല. ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം നിങ്ങൾ പറയാറില്ല. നിങ്ങൾ നിങ്ങളുടെ കഥകളും ഉപകഥകളും കൽപ്പനകളും സങ്കല്പങ്ങളും എല്ലാം വാർത്തയാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതായിക്കോട്ടെ, നിങ്ങളുടെ ഒരു അന്തരീക്ഷത്തിൽ ഞങ്ങളെ തള്ളിപ്പറയുമല്ലോ അതിന്റെ കൂടെ ഒരു കൊടുക്കൽ വാങ്ങൽ പോലെ തന്നെ ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞാൽ കൊള്ളാമെന്നാണ് എന്റെ അഭ്യർത്ഥന. കഴിക്കുന്ന മിക്കവരോടും അങ്ങനെ പറയാനും എളുപ്പമുണ്ടെന്ന് ഞാൻ പറയുകയാണ്. ഇതൊരു ഫോർമൽ റിക്വസ്റ്റ് അല്ല, ഒരു ഇൻഫോർമൽ. സ്വാഭാവികമാണല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിൽ വാശിയോടും കൂടി പ്രവർത്തിക്കും. ആ പ്രവർത്തനങ്ങൾ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിലാണ് പറയുന്നത്. ഇത്തവണ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവിടെ വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതിപ്പോ കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ സുരേഷ് ഗോപിയാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥി, സിറ്റിംഗ് MP ടി എൻ പ്രതാപനാണ്. ആരാണ് പ്രധാന എതിരാളിയെ താങ്കൾ കാണുന്നത്? അല്ല, ഞങ്ങൾ UDF തന്നെയാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. കാരണം UDF ആണ് അവിടുത്തെ ഇടതുപക്ഷ കഴിഞ്ഞ ഇലക്ഷനിലും UDF തന്നെയാണ് മത്സരം ഉണ്ടായിരിക്കുന്നത് എന്ന് കരുതി BJP സ്ഥാനാർത്ഥി മോശക്കാരനാണെന്നും ഞാൻ പറയില്ല. അവിടെ ത്രികോണ മത്സരം കഴിഞ്ഞ വർഷം നടന്ന പോലെ തന്നെ ത്രികോണ മത്സരമൊക്കെ നടക്കുമെങ്കിലും ഇത്തവണ ഞങ്ങൾ LDF ജയിക്കും. ഈ മണ്ഡലത്തിലെ പൊതു സാഹചര്യം നിലവിൽ എങ്ങനെയാണ്? മറ്റ് പഞ്ചായത്തുകൾ അല്ല, അത് പറയും. ഞാനിപ്പോൾ ജയിക്കുമെന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. കാരണം 7 നിയമസഭാ മണ്ഡലങ്ങൾ LDFന്റെ MLA-മാരുള്ള സ്ഥലമാണ്. അവിടുത്തെ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ഒഴികെയുള്ള മുനിസിപ്പാലിറ്റികൾ LDFന്റെ മുനിസിപ്പാലിറ്റികളാണ്. കോർപ്പറേഷൻ LDF ഭരിക്കുന്ന കോർപ്പറേഷനാണ്. അവിടുത്തെ സിംഹഭാഗം പഞ്ചായത്തുകളും LDFന്റെ പഞ്ചായത്ത് ഭരണസമിതിയുള്ള സ്ഥലമാണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ മിക്കവാറും എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും LDFന്റെ ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. അങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ള നമ്മുടെ ജനപ്രതിനിധികളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. അപ്പം മാത്രമല്ല, തൃശ്ശൂരിന്റെ ഒരു പാരമ്പര്യം അനുസരിച്ച് അവിടുത്തെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് അവിടെ ഭൂരിപക്ഷം ജയിച്ചിരിക്കുന്നത്. പല ഘട്ടങ്ങളും ജയിച്ചിരിക്കുന്ന LDF സ്ഥാനാർത്ഥി തന്നെയാണ്. അപ്പോൾ ഇത്തവണത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പ്രസ്റ്റീജ് മത്സരം തന്നെയാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ ജയിക്കും. സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമല്ലോ. പ്രത്യേകിച്ച് ഈ സർക്കാരിനെതിരായിട്ടൊരു ഭരണവിരുദ്ധ വിചാരമൊക്കെ ഉണ്ടാവില്ലേ? ഈ ക്ഷേമ പെൻഷൻ പോലും മുടങ്ങിക്കിടക്കും. അല്ല, ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി ഗവൺമെന്റ് ഭാഗത്തുണ്ടാവും. ക്ഷേമ പെൻഷൻ മുടങ്ങും എന്ന് പറഞ്ഞാലും മുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇന്ത്യയിലെ ഏറ്റവും അധികം ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഏറ്റവും മികച്ച നില കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണെന്ന് നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ല, കിട്ടാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ല, പ്രശ്നം അവസാനിച്ചല്ലോ. കിട്ടാത്ത പ്രശ്നം എന്ന് പറയുന്നത് അത് കിട്ടുമ്പോൾ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്ത് മുന്നിൽ വെച്ചാണ് നമ്മുടെ പ്രചരണത്തിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഇത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും വേണോ വേണ്ടോ തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ അതിൻ്റെ രാഷ്ട്രീയ ഔന്നത്യം നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കണമോ, ഇവിടെ ജനാധിപത്യം നിലനിർത്തി ജനങ്ങളുമായി ഒന്നിച്ചു പോകണമോ തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവം ജനങ്ങൾ കാണുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് ഏത് സംസ്ഥാന ജനങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു നാടാണ് കേരളം എന്നുള്ളതുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങൾ മതേതരവാദികളായിട്ടുള്ള മതേതര വിശ്വാസികളായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള രാജ്യം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തവണ തൃശ്ശൂർ ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നു പറയുന്നത്. അല്ല, അതൊരു ബാലിശമായ ചോദ്യം മാത്രമാണ്. എന്തിനാണ് മത്സരിക്കുന്നത് ചോദിക്കുന്നത്? അങ്ങനെ ചോദിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ ചോദിച്ചാണ്, അതുകൊണ്ട് ഞാൻ പറയാണ്. അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ അവരങ്ങനെ ചോദിക്കുന്നു എന്ന് കരുതി ഞാൻ ഉത്തരം പറയേണ്ട കാര്യമില്ല. BJPക്ക് BJPയുടേതായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്
കേരളത്തിലെ ജനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വിശ്വാസം, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള എൻ്റെ വിശ്വാസം, ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഒരു ശരിയായ രാഷ്ട്രീയത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനവിടെ 3 തവണ തൃശ്ശൂർ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ എന്നെ വിജയിപ്പിച്ച ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ജനങ്ങളിൽ പരിപൂർണമായിട്ടുള്ള വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയവും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജനങ്ങളിലുള്ള വിശ്വാസവും കൂടി ചേർത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തവണ ഞങ്ങൾക്ക് തൃശ്ശൂർ പിടിക്കാൻ കഴിയും. ഈ കഴിഞ്ഞ തവണ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു CPIക്ക്. ഇത്തവണ അതിൽ നിന്ന് എന്തൊരു മാറ്റമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം? ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അവിടെ പരാജയപ്പെട്ടവർ വീണ്ടും ജയിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ പരാജയപ്പെട്ടിടത്തൊക്കെ തന്നെ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഞങ്ങൾ പരാജയപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എല്ലാ കാലത്തും പരാജയപ്പെടണമെന്നല്ലല്ലോ എൻ്റെ അർത്ഥം. രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ട്, പല രീതിയിലുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഉറച്ച വിശ്വാസം ഞങ്ങൾ ഇത്തവണ ആ സീറ്റ് തിരിച്ചു പിടിക്കുന്നതാണ്. വിജ്ഞാപനം ഉടനെ ഇറങ്ങും. അപ്പോൾ വളരെ വേഗം പ്രചരണത്തിൽ ഇറങ്ങുകയാണ്. ഞങ്ങൾ പ്രചരണത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ സംവിധാനങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും അതിനനുസരിച്ച് എന്തൊക്കെ പ്രവർത്തനം നടത്തണം, ഏതൊക്കെ രീതിയിൽ പ്രചരണം നടത്തണം എന്നതിനെ കുറിച്ചെല്ലാം തന്നെയുള്ള LDF എന്ന നിലയിലുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ ഇതിനകം തന്നെ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കമ്മിറ്റികൾ ഇതിനകം നിലവിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റികളും അതിൻ്റെ കൺവെൻഷനുകളും തീരുമാനിച്ച ഡേറ്റിനനുസരിച്ച് അത് വരുന്നതോടുകൂടി അതിൻ്റെ പ്രവർത്തനം എല്ലാം താഴെത്തട്ടിലേക്ക് പൂർണ്ണമായ തോതിലേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊളിക്കാൻ 92 ഡിസംബർ മാസം 6-ാം തീയതി RSS BJPക്ക് അരുതുന്ന കോൺഗ്രസ് ഇപ്പോഴും ആ കറുത്ത കളങ്കപ്പാട് മാഞ്ഞു പോകാത്ത കോൺഗ്രസാണ്. അതുകൊണ്ടാണ് ബാബറി പള്ളിയുടെ ശ്മശാന ഭൂമിയിൽ ക്ഷേത്രം പണിതിട്ട് ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടി കാഞ്ചാടി കളിച്ചത്. അതും ഇന്ത്യ കണ്ടതാണ്. ഈ രാജ്യം ചോദിച്ചു വന്ന് ആ ചടങ്ങിലേക്ക് ഗോഡ്സെയുടെ പാർട്ടി വിളിക്കുമ്പോൾ ഗാന്ധിജിയുടെ പാർട്ടിക്ക് എന്തിനാണ് ആശയക്കുഴപ്പം? ചാഞ്ചാട്ടം എന്തിനാണ്? ഉത്തരം പോലും കിട്ടിയിട്ടില്ല. ആഴ്ചകൾ ചാഞ്ചാടിയവർ CPIയും CPMും ആ നിമിഷം ആ ക്ഷണം നിരാകരിച്ചവരാണ്. ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞവരാണ്. ആ നിലപാടില്ലായിരുന്നുവെങ്കിൽ മിക്കവാറും കോൺഗ്രസ് പോയേനെ. ഞങ്ങൾ എടുത്ത നിലപാട് കൊണ്ട് അവസാനം കോൺഗ്രസ് പോകില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും പല നേതാക്കന്മാരും അവിടെ പോയി. പല മന്ത്രിമാരും പറയുന്നു ഞങ്ങൾ പോകുന്നു എന്ന് പറയും. ഞങ്ങൾ അമ്പലങ്ങൾക്കെതിരല്ല. അയോധ്യയിൽ അമ്പലം പണിതാൽ ഞങ്ങളെതിരല്ല. പക്ഷേ ബാബറി മസ്ജിദ് എവിടെയായിരുന്നു അവിടെ തന്നെയാണ് അമ്പലം പണിയേണ്ടത് എന്ന വാദം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് പറയുകയാണ്, ബാബറി മസ്ജിദിന്റെ ശ്മശാന ഭൂമിയിൽ പണിത അമ്പലത്തോട് കോൺഗ്രസ് കാണിച്ച സമീപനം അത് ന്യൂനപക്ഷങ്ങളെ അമർഷം കൊള്ളിക്കുന്ന കോൺഗ്രസിന്റെ BJP അനുകൂലമായ നിലപാടിന്റെ പ്രതിഫലനമാണെന്ന് അവർ കാണുന്നുണ്ട്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഏറ്റവും വലിയ ന്യൂനപക്ഷമാണ് രണ്ടാമത്തേത്, ക്രിസ്ത്യൻ മൈനോറിറ്റി. ഇന്ത്യയിലെ മൈനോറിറ്റി കമ്മീഷനിൽ ഒരു ക്രിസ്ത്യാനി ഉണ്ടോ അംഗമായിട്ട്? നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഇന്ത്യയിലെ മൈനോറിറ്റി കമ്മീഷനിൽ ഒരു ക്രിസ്ത്യാനി ഇല്ല അംഗമായിട്ട്. മുസ്ലിം വിഭാഗം കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾക്ക് ഒരംഗത്വം പോലും കൊടുക്കാത്ത മൈനോറിറ്റി കമ്മീഷനാണ് ഇവിടെയുള്ളത്, ഇന്ത്യയിലുള്ളത്. BJP നേതാക്കന്മാർ ക്രിസ്തീയ പുരോഹിതന്മാരെ കാണുമ്പോൾ ചിരിക്കും, കൈകൊടുക്കും, കെട്ടിപ്പിടിക്കും, അതൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇവരുടെ സങ്കടം പറയാൻ വേണ്ടിയുള്ള ഒരു വേദിയിൽ മൈനോറിറ്റി കമ്മീഷനിൽ ഒരംഗത്തെ പോലും കൊടുക്കില്ല. അതവർ കാണുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾ പറയുന്നു, ന്യൂനപക്ഷ അവകാശങ്ങളെ
രാഷ്ട്രീയ നിലപാടിന്റെ അവിഭാജ്യമായ ഭാഗമായി കാണുന്ന ഇടതുപക്ഷത്തെ ന്യൂനപക്ഷങ്ങൾ സ്വന്തം മിത്രങ്ങളായി കാണുന്നു. ഹിന്ദുമതത്തിന്റെ വിശാലമായ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ജനങ്ങൾ, വിശ്വാസികൾ, അവർ ഞങ്ങളെ കാണുന്നത് മിത്രങ്ങളായിട്ടാണ്. മതഭ്രാന്തിന്റെ ഭാഗത്തേക്ക് മറ്റെല്ലാവരും എഴുതി പോകുമ്പോൾ മതവിശ്വാസങ്ങളെ മാനിക്കുന്ന, വിശ്വാസികളെ മാനിക്കുന്ന, അതോടൊപ്പം തന്നെ മതേതര മൂല്യങ്ങളാണ് ഇന്ത്യയുടെ വർത്തമാനത്തിന്റെയും ഭാവിയുടെയും കാതലായ ഭാഗം എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന ഇടതുപക്ഷമാണ് രാഷ്ട്രീയമായ ശരിയെന്ന് എല്ലാ മതങ്ങളിലും പെട്ട വിശ്വാസികൾക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യവും LDF അനുകൂലമായ ഈ കാറ്റ് വീശാൻ കാരണമായിട്ടുണ്ട്. അതിന്റെ എല്ലാം ചുവടുവെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്. CPI പലവട്ടം പറഞ്ഞു 20-ൽ 20 സീറ്റുകളും ജയിക്കലാണ് LDF ലക്ഷ്യം. അതിൽ CPIയോട് മത്സരിക്കാൻ LDF പറയുന്ന 4 സീറ്റുകളിലും ഞങ്ങൾ ജയിക്കും, LDF ജയിക്കും. അതിനുവേണ്ടിയുള്ള സംഘടന, രാഷ്ട്രീയ ഒരുക്കങ്ങളെല്ലാം LDF പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഞങ്ങളിപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ആ സ്ഥാനാർത്ഥികൾ ഇവരാണ്. ഇവരെല്ലാവരെയും നിങ്ങൾക്കറിയാം. അവരെല്ലാവരും ജനങ്ങൾക്കൊപ്പം നിലകൊണ്ടവരാണ്, എന്നും നിലകൊണ്ടവരാണ്. എല്ലാവരും കറയറ്റ വ്യക്തിത്വമാണ് ഉള്ളത് അവർക്കെല്ലാം. അവരെല്ലാവരും ജനകീയ പോരാട്ടങ്ങളിൽ തുടം ചെയ്തെടുക്കപ്പെട്ടവരാണ്. അവരെല്ലാവരും ജനങ്ങളുടെ കൂട്ടുകാരാണ്. ആ ബന്ധവുമുണ്ട് ഈ സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളുമായി. ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക. തിരുവനന്തപുരം സഖാവ് പന്നിയൻ രവീന്ദ്രൻ, മാവേലിക്കര സഖാവ് CA അരുൺകുമാർ, തൃശൂർ സഖാവ് VS സുനിൽകുമാർ, വയനാട് സഖാവ് ആനി രാജ. ഇതായിരിക്കും CPI സ്ഥാനാർത്ഥി പട്ടിക. വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യത്തിൽ ഒന്നെങ്കിൽ ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ, മത്സരിക്കില്ല എന്നുള്ള വിവരങ്ങളുണ്ട്, റിപ്പോർട്ട് വരുന്നത്. അത് ഇതേപറ്റിയൊക്കെ വിലയിരുത്തിയിരുന്നു. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാൻ അവകാശമുണ്ട്. എവിടെയും വയനാട്ടിൽ മത്സരിക്കാം. രാഹുൽ ഗാന്ധിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യക്തിപരമായി വിദ്വേഷമൊന്നുമില്ല. വ്യക്തിപരമായി അദ്ദേഹത്തോട് സ്നേഹമുണ്ട് ഞങ്ങളിൽ പലർക്കും. അത് രാഷ്ട്രീയ സ്നേഹമാണ്. ഇന്ത്യ സഖ്യത്തിന്റെ വളർച്ചയിൽ അദ്ദേഹം വഹിച്ച പങ്കിനെ ഞങ്ങൾ മാനിക്കുന്നുണ്ട്. ആ സ്നേഹവുമുണ്ട്. ആ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് പറഞ്ഞേക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ആ ചോദ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചതാണ്. ഒന്നാമത്തെ ചോദ്യം, ഈ സമരത്തിൽ ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്ന നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട പോരാട്ട വേദി ഏതാണ്? മഹാഭൂരിപക്ഷം MP-മാരെയും പറഞ്ഞിരിക്കുന്ന ഉത്തരേന്ത്യയാണോ, അതോ 20 MP-മാരെ മാത്രം പറഞ്ഞിരിക്കുന്ന കേരളമാണോ? ഒറ്റ MP പോലും BJPക്ക് വേണ്ടി ഉണ്ടാകില്ല എന്ന് എല്ലാവർക്കും ഉറപ്പുള്ള കേരളത്തിലാണോ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത്? ഈ വലിയ സമരത്തിന്റെ പ്രധാനപ്പെട്ട പോരാട്ട ഭൂമികയായ ഇന്ത്യയുടെ ഹാർട്ട് ലാൻഡ് ആയി വിളിക്കപ്പെടുന്ന ഉത്തരേന്ത്യ വിട്ട് രാഹുൽ ഗാന്ധി ഈ തെക്കേ കോണിലെ കേരളത്തിലേക്ക് ഓടിയെത്തുമ്പോൾ BJP അത് സ്വാഭാവികമായിട്ടും ഒരു വിഷയമാക്കി മാറ്റും. അവരെ നേരിടാൻ ഭയപ്പാടായതുകൊണ്ട്, ധൈര്യക്കുറവ് കൊണ്ട് രാഹുൽ ഗാന്ധി കളം വെട്ടോടിയെന്ന് പറയും. അമേത്തിയിൽ ആ പ്രചാരവേല നടന്നു. അന്ന് അമേത്തിയിൽ കോൺഗ്രസ് തോറ്റു, BJP ജയിച്ചു.
ഉത്തരേന്ത്യ മുഴുവനും ആ ഓട്ടം കോൺഗ്രസ് അന്ന് ഒരു BJP അന്ന് ഒരു പ്രചരണായുധമാക്കി മാറ്റി. അത് നിങ്ങൾക്കറിയാം. അതിന് ഫലമുണ്ടായി. ഉറപ്പാണെന്ന് കോൺഗ്രസ് കരുതിയ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് തോറ്റു, BJP ജയിച്ചു. അതിന്റെ പാഠമൊന്നും കോൺഗ്രസ് പാർട്ടി പഠിച്ചിട്ടില്ല. രണ്ടാമത്തെ മുഖ്യമായ രാഷ്ട്രീയ ചോദ്യം ഇതാണ്: ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി? മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനാ പ്രമാണങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ആരാണ് കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി? RSS BJP ആണോ അതോ ഇടതുപക്ഷമാണോ? ഇടതുപക്ഷമാണെങ്കിൽ അത് കോൺഗ്രസ് പറയണം. BJP RSS ആണെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമുഖമായ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് അവിടെയായിരിക്കും, ഇവിടെയല്ല. ലളിതമായി പറയാം, കോൺഗ്രസിന്റെ രാഷ്ട്രീയ ബുദ്ധി, പൊളിറ്റിക്കൽ വിസ്ഡം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആ പൊളിറ്റിക്കൽ വിസ്ഡം ഉയർത്തിപ്പിടിക്കാൻ, അതിന്റെ വിവേക കാണിക്കാൻ ബാധ്യതയുള്ള പാർട്ടി കോൺഗ്രസ് ആണ്. അതുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ചെയ്യട്ടെ. അല്ല, ഞങ്ങൾ വി ആർ നോട്ട് സോ കീൻ അബൌട്ട് ദാറ്റ്. ആരും വരട്ടെ, ആരും വരട്ടെ. പിന്നെ തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഞങ്ങൾ കോൺഗ്രസിന്റെ ഗാന്ധി നെഹ്റു മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് വി ആർ പാർട്ട് ഓഫ് ഇന്ത്യ അലയൻസ്. അതല്ലേ പറഞ്ഞത്, കോൺഗ്രസിന്റെ ഗാന്ധി നെഹ്റു മൂല്യങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പോരാട്ടം. നിങ്ങളാരും കാണുന്നില്ലേ? കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് അശോക് ചവാൻ. കഴിഞ്ഞ ആഴ്ച വരെ കോൺഗ്രസ്, ഇപ്പൊ BJP. വേറെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു കമൽനാഥ്. അദ്ദേഹം വണ്ടി കയറിയിട്ട് ഡൽഹി വരെ വന്നു, മകനെയും കൂടെ കൂട്ടി. എല്ലാവർക്കും അറിയാം എന്തിനാ വന്നതെന്ന്. BJP നോ പറഞ്ഞുകൊണ്ട് അദ്ദേഹം BJP ആയില്ല. അല്ലെങ്കിൽ കമൽനാഥും BJP ആയാൽ ഞങ്ങളെല്ലാവരും, നിങ്ങളും കാണുന്നില്ലേ, പാർലമെന്റിൽ ഇടതുപക്ഷക്കാർ, കോൺഗ്രസുകാർ തന്നെ സംസ്ഥാനങ്ങൾ എഴുന്നേറ്റാൽ കൂലി പിടിക്കാൻ, ശബ്ദമുണ്ടാക്കാൻ, ഇരിക്കണമെന്ന് പറയാൻ, ജയ് ശ്രീറാം വിളിക്കാൻ എല്ലാം മുമ്പിലുള്ള ആളുകളിൽ പ്രധാനപ്പെട്ട കുറച്ചേറെ പേർ മുൻ കോൺഗ്രസുകാരാണ്. പഴയ മുഖ്യമന്ത്രിമാർ, പഴയ MPമാർ, പഴയ PCC പ്രസിഡന്റുമാർ, പഴയ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ. അതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ പറയുന്നു, കോൺഗ്രസ് ഗാന്ധി നെഹ്റു മൂല്യങ്ങളെ മറക്കാതിരിക്കണം. അതുകൊണ്ട് ഇന്ത്യ സഖ്യം. ഇതൊക്കെ നിങ്ങളെവിടെ ജീവിക്കുന്നത്? നിങ്ങൾ ഇനിയും കഥ പറയാൻ പോവുകയാണോ? ഞാൻ പറഞ്ഞല്ലോ, യുനാനിമസ് എന്ന വാക്കുണ്ട്. ഐകകണ്ഠേനയാണ് എല്ലാ തീരുമാനങ്ങളും. അതുകൊണ്ട് എന്റെ അഭ്യർത്ഥന ഇതാണ്: നിങ്ങൾ ആരെങ്കിലും തെറ്റായ വിവരം തന്ന് വഴിതെറ്റിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ അത്തരം ആളുകളുടെ കയ്യിലെ കളിപ്പാവയാകരുത്. എല്ലാ സ്ഥലത്തുനിന്നും ഒരു പേര് പോരാ. അതാണ് CPI-യുടെ നിർദ്ദേശം ഇതാണ്. എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വരേണ്ടത് ഒരു പേരല്ല, മിനിമം 3 പേരാണ്. എല്ലായിടത്തു നിന്നും വന്നിട്ടുണ്ട് 3 പേരുകൾ വീതം, എല്ലായിടത്തു നിന്നും. ചേച്ചി, ഇപ്പം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. വയനാട്ടിലാണ് സ്ഥാനാർത്ഥി. കേരളത്തിലെ പാർട്ടിയുടെ തീരുമാനം കേന്ദ്ര പാർട്ടി ലീഡർഷിപ്പിനെ അറിയിക്കുകയും അതേ തുടർന്ന് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും കേരളത്തിൽ ഐക്യകണ്ഠേന തീരുമാനിച്ച സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം കൊടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അത് ഇപ്പൊ ഈ എന്നോടൊപ്പം സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ സീനിയർ മെമ്പർ കോമ്രേഡ് അസീസ് പാഷ, കോമ്രേഡ് പല്ലബ് സെൻ ഗുപ്ത, കോമ്രേഡ് രാമകൃഷ്ണ പാണ്ഡ, ഈ 3 സഖാക്കളും എന്നോടൊപ്പമുണ്ട്. കേരളത്തിലെ പാർട്ടി ഇന്ന് എടുത്തിട്ടുള്ള തീരുമാനം, അതില് ഈ രാജ്യം നേരിടാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്
രാജ്യത്തിന്റെ സമസ്ത മേഖലകളിലും വർഗീയ ഫാസിസം കടന്നുകയറ്റം നടത്തിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാകുന്നതിന് എനിക്ക് നൽകിയിട്ടുള്ള ചുമതല, പാർട്ടിയുടെ ചുമതല, അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. എന്റെ പാർട്ടിയോട് അതിനുള്ള നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇത് പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി കണ്ടുകൊണ്ട് അത് അങ്ങേയറ്റം ഭംഗിയായി നിർവഹിക്കുന്നതിനുള്ള എല്ലാ പരിശ്രമവും ചെയ്യുന്നതാണെന്ന് കൂടി പാർട്ടിയോടും പാർട്ടി സഖാക്കളോടും ഈ സമയത്ത് ഉറപ്പ് നൽകുകയാണ്. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ്, മറ്റു മാറ്റങ്ങളില്ലെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കാൻ വരുമെന്ന് പറഞ്ഞു. അപ്പൊ രാഹുൽ ഗാന്ധിയോട് ആയിരിക്കില്ലേ പോരാട്ടം? CPI എന്ന പാർട്ടി, ആ പാർട്ടി അതിന്റെ വിവിധ ഘടകങ്ങളിൽ ചർച്ച ചെയ്തെടുത്ത ഈ തീരുമാനം, ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറി കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച അനുമതിയെ തുടർന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടിക മാധ്യമങ്ങളോട് ഷെയർ ചെയ്തത്, സംസ്ഥാനത്തെ ജനങ്ങളോട് അറിയിച്ചത്. അപ്പൊ ഇത് ഞങ്ങളുടെ പാർട്ടി എടുത്ത തീരുമാനം. ആ പാർട്ടി തീരുമാനത്തെ ഞാൻ ശിരസാ വഹിക്കുന്നു. പാർട്ടി ഏൽപ്പിക്കുന്ന ആ ദൗത്യം നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ എന്റെ ചുമതല. മറ്റു പാർട്ടികൾ അവരെന്ത് തീരുമാനിക്കുന്നതിൽ ഇറ്റ് ഈസ് ഫോർ അവരുടെ പ്രൊറഗേറ്റീവാണ്, അത് അവരെടുക്കേണ്ട തീരുമാനമാണ്. ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യം അനുസരിച്ച് ഈ രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷ മതേതര ജനാധിപത്യ ശക്തികളെല്ലാം ഒന്നിച്ചു വരണമെന്ന് CPIയുടെ പാർട്ടി കോൺഗ്രസിലെ റെസൊല്യൂഷനുണ്ട്. ആ റെസൊല്യൂഷന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുമായാണ് CPI മുന്നോട്ട് പോകുന്നത്. ഈ നിലപാട് മറ്റു പാർട്ടികളും മറ്റ് മതേതര ജനാധിപത്യ പാർട്ടികളും ഈ നിലപാട് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് CPI പ്രതീക്ഷിക്കുന്നത്. അവർ മത്സരിക്കുകയാണെങ്കിൽ നല്ലേ, അത് മത്സരിക്കാതെ കോൺഗ്രസ് ഇതുവരെയും അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അത്തരമൊരു ഊഹം വെച്ചുകൊണ്ടുള്ള ഒരു മറുപടിയും പറയാൻ ഇപ്പോൾ ഞാൻ തയ്യാറല്ല. രണ്ട് പ്രധാന നേതാക്കൾ പരസ്പരം മത്സരിക്കുന്നത് BJPക്ക് ഒരു പൊളിറ്റിക്കലി അവർക്കൊരു ഗുണകരമാകത്തില്ലേ? പ്രത്യേകിച്ച് ഉത്തരേന്ത്യ ഞങ്ങളുടെ പാർട്ടിയുടെ അടുത്ത സമയത്ത് നടന്ന ഹൈദരാബാദിൽ വെച്ച് നടന്ന ദേശീയ നിർവാഹക സമിതിയും ദേശീയ കൌൺസിലും പാർട്ടി ഇത്തരത്തിലൊരു ചർച്ചകൾ നടത്തിയിട്ടില്ല. പാർട്ടി എവിടെയൊക്കെ പാർട്ടിക്ക് മത്സരിക്കണം, ഇത് 4 സീറ്റ്, കേരളത്തിലുള്ള 4 സീറ്റുകളും അത് കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളിലായി ഞങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് കേരളത്തെക്കുറിച്ച് ഒരു പ്രത്യേക ചർച്ചകളൊന്നും അവിടെ നടന്നില്ല. പക്ഷെ എവിടെയൊക്കെ നമുക്ക് മറ്റ് രാജ്യത്തെ എവിടെയൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ സാധിക്കും, ഏതൊക്കെ മത്സരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച സ്വാഭാവികമായും നടന്നിരുന്നു. പക്ഷെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ പേര് വെച്ചുകൊണ്ടോ ഉള്ള ഒരു ചർച്ചകളൊന്നും അവിടെ നടന്നില്ല. ഇന്ന് സംസ്ഥാന കൌൺസിൽ ചേരുകയും ആ കൌൺസിലിലാണ് തീരുമാനങ്ങൾക്ക് വന്നിട്ടുള്ളത്. അപ്പൊ പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള ഒരു പ്രവർത്തക നിലയിൽ തീർച്ചയായിട്ടും ആ തീരുമാനത്തെ ഞാൻ പരിപൂർണമായും സ്വീകരിക്കുന്നു, ഏറ്റെടുക്കുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ളത് കോൺഗ്രസ് ആണ്. അപ്പൊ രാഹുൽ ഗാന്ധി എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. അപ്പൊ അങ്ങനെയാവുമ്പോൾ BJPക്കെതിരെയല്ലേ ശരിക്കും രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത്? ആ രീതിയിലല്ലേ സന്ദേശം നൽകേണ്ടത്? അല്ല, എന്റെ പാർട്ടിയെ സംബന്ധിച്ചല്ലേ എനിക്ക് പറയാൻ പറ്റും. അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ്. കോൺഗ്രസ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അവരൊക്കെ ആർക്കെതിരെ പൊരുതണം, ഫാസിസത്തെ ഡിഫീറ്റ് ചെയ്യാൻ എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. കഴിഞ്ഞ 5 വർഷത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തെ എങ്ങനെയായിരിക്കും വിലയിരുത്തുക? ഞാൻ അത് വിലയിരുത്താൻ ഇപ്പോൾ ഞാൻ തയ്യാറല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു വയനാട് എന്ന മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥിയായി പാർട്ടി എന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, കാരണം ഇതെന്റെ ആദ്യത്തെ ഇതുപോലുള്ള ഒരു തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിത്വമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എന്റെ പാർട്ടിയിലെ ഇതിനു മുന്നേ തെരഞ്ഞെടുക്കപ്പെട്ടുള്ള പാർട്ടി നേതാക്കളൊക്കെ കാണിച്ചു തന്നിട്ടുള്ളത്, മനസ്സിലാക്കി തന്നിട്ടുള്ളത്, ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അത് ജനപ്രതിനിധിയാണ്. ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ആ ജനങ്ങളുടെ കൂടെ, ജനത്തിനോടൊപ്പം അവരേത് ഘട്ടങ്ങളിലൂടെ, നല്ല ഇതിലൂടെയായാലും കെട്ടതിലൂടെയായാലും അവർ കടന്നു പോകുമ്പോൾ
അവരോടൊപ്പം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇത് അവർക്ക് നൽകുന്ന ഒരു ഔദാര്യമല്ല, പക്ഷെ അത് അവരുടെ അവകാശം കൂടിയാണ്. ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അത് ജനത്തിനോടൊപ്പം അവരുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവരോടൊപ്പം ഉണ്ടാകുന്ന ആളായിരിക്കണം. ആ ഒരു വാഗ്ദാനമാണ് നിങ്ങളിലൂടെ വയനാട്ടിലെ ജനങ്ങളോട് എനിക്കിപ്പോ പറയാനുള്ളത്. നിങ്ങളോടൊപ്പം നിങ്ങളുടെ എല്ലാ നല്ലതിലും നിങ്ങളുടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഞാൻ നിങ്ങളുടെ ഒരു നാട്ടുകാരിയാണ്. വയനാട് നിന്നുകൊണ്ടാണ് എന്റെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ബാലപാഠങ്ങൾ ഞാൻ പഠിച്ചത്. വയനാട്ടിൽ നിന്നാണ്. വയനാട്ടിലെ മുക്കിലും മൂലയിലും പോയി പാർട്ടി മഹിളാ സംഘത്തിന്റെ പ്രവർത്തനവും വിദ്യാർത്ഥി ഫെഡറേഷന്റെ പ്രവർത്തനവും നടത്തിയിട്ടുള്ള ആളാണ്. വയനാട് എനിക്ക് പുതിയ ഇടമല്ല. അതുപോലെ തന്നെ ഞാൻ വരുന്ന സ്ഥലം, ഞാൻ കണ്ണൂർ ജില്ലയിലെ ആർളം പഞ്ചായത്തിൽ നിന്നുള്ള ആളാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ആദിവാസി റീസെറ്റിൽമെന്റ് മേഖലയിൽ നിന്ന് വരുന്ന ആളാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ CPI സ്ഥാനാർത്ഥികൾ ആരാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 4 മണ്ഡലങ്ങളിലാണ് CPI സ്ഥാനാർത്ഥികൾ ഇടതുമുന്നണിയുടെ ഭാഗമായി മത്സരിക്കുക. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ, മാവേലിക്കരയിൽ CA അരുൺകുമാർ, തൃശൂരിൽ VS സുനിൽകുമാർ, അതോടൊപ്പം തന്നെ വയനാട്ടിൽ ആനി രാജ എന്നിവരാണ് സ്ഥാനാർത്ഥികളാകാൻ പോകുന്നത്. രാജ്യം വർഗീയ ഫാഷിസത്തിന്റെ പിടിയിൽ അമരുന്ന സാഹചര്യത്തിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPIയുടെ 4 സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആ പട്ടിക അനുസരിച്ച് തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ, മാവേലിക്കരയിൽ CA അരുൺകുമാർ, അതോടൊപ്പം തൃശൂരിൽ VS സുനിൽകുമാർ, പിന്നെ വയനാട് ആനി രാജ എന്നിവർ മത്സരിക്കും. VS സുനിൽകുമാർ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞതാണ്. നമ്മൾ കേട്ടും ഒരു ത്രികോണ മത്സരം തൃശൂരിൽ കഴിഞ്ഞ തവണയും ഉണ്ടായി. ഇത്തവണയും ഒരു ത്രികോണ മത്സരമായിരിക്കും. എതിരാളികളെ വില കുറച്ച് കാണുന്നില്ല, പക്ഷേ ജയിക്കാനുള്ള സർവ്വ സാഹചര്യങ്ങളും തൃശൂരിൽ ഉണ്ട് എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് തൃശൂരിലെ CPI സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്ന VS സുനിൽകുമാർ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോൾ വയനാട്ടിൽ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്ന തന്റെ കന്നി മത്സരത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആനി രാജ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വയനാട് തനിക്ക് ഏറെ പരിചിതമായ സ്ഥലമാണെന്നും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുക എന്ന ബാലപാഠമാണ് താൻ രാഷ്ട്രീയത്തിൽ പഠിച്ചിട്ടുള്ളതെന്നും അതുകൊണ്ട് വയനാട്ടിൽ വളരെ ആത്മവിശ്വാസത്തോടുകൂടി മത്സരരംഗത്തുണ്ടാകുമെന്നുമാണ് ആനി രാജ പ്രതികരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരരംഗത്ത് വരുമ്പോഴുള്ള സാഹചര്യത്തെ വിലയിരുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ നടത്തിയിട്ടില്ലല്ലോ എന്ന് ആനി രാജ പ്രതികരിക്കുകയും ചെയ്തു. ഏതായാലും ഇടതുമുന്നണിയുടെ ഭാഗമായി CPI 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. 4 ഇടങ്ങളിലാണ് CPIയുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക. തിരുവനന്തപുരത്ത് അത് പന്ന്യൻ രവീന്ദ്രനാണ്, മാവേലിക്കരയിൽ അത് CA അരുൺകുമാറാണ്, തൃശൂരിൽ VS സുനിൽകുമാറാണ്, അതുപോലെ തന്നെ വയനാട് ആനി രാജയാണ്. ഒരു ചെറിയ ഇടവേള, നമുക്ക് മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ പ്രശസ്ത ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ഏറെ നാളായി അദ്ദേഹം അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. മുംബൈയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മകൾ നയാബ് ഉദാസ് ആണ് മരണവിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അച്യുതൻ, എന്നും അവിസ്മരണീയമായി നിൽക്കുന്നതാണ് പങ്കജ് ഉദാസിന്റെ ശബ്ദം. ഗസൽ ഗായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. 72 വയസ്സാണ് പ്രായം. മകളാണല്ലോ ഈ വിവരം പുറം ലോകത്തെ അറിയിച്ചത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, തീർച്ചയായിട്ടും ഗസൽ എന്നതിനെ കുറിച്ച് നോക്കുമ്പോൾ തന്നെ ആദ്യം ഓടിയെത്തുന്ന പേരിലൊന്നാണ് ഈ പങ്കജ് ഉദാസ്. 72 വയസ്സായിരുന്നു. ഈ മുംബൈയിലെ ആശുപത്രിയിലായിരുന്നു. ഈ അവസാന നാളുകളിൽ ദീർഘനാളായി ഇത് അസുഖബാധിതനായി ചികിത്സയിലാണെന്നുള്ള വിവരം കുടുംബം തന്നെയാണ് ഇന്ന് പങ്കുവച്ചിരിക്കുന്നത്. മകൾ നയാബ് ഉദാസ് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഈ വിവരം അറിയിച്ചത്. കുടുംബത്തിനെ ആകെ വേദനയിലാഴ്ത്തിക്കൊണ്ട് അച്ഛൻ വിടവാങ്ങി എന്നുള്ള സന്ദേശത്തോടു കൂടിയായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത്. ഈ ഗസൽ ഇതിഹാസം അതിനപ്പുറത്ത് പിന്നണി ഗായകൻ കൂടി ആയിരുന്നു. സോനു നിഗം ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഈ പ്രശസ്തമായ രചനകളിൽ ചിലത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ചിത്തി ആയേ ഹേ, ചണ്ഡി ജയ്സാ രംഗ് തേരാ, തോടി തോടി പിയാ കരോ, ഏക് തരാഫ് ഉസ്കാ ഘർ, ആജ് ജി കെ കരീബ് ഹോത്തെ ഹേ, അങ്ങനെ പ്രശസ്തമായ ഒരുപാട് രചനകൾ ഇദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഈ ഗസൽ ഇതിഹാസത്തിലൂടെ പിറന്നിട്ടുണ്ട്. എന്തായാലും ആ ഗായകനാണ്, പ്രശസ്ത പിന്നണി ഗായകനും ഗസൽ ഗായകനുമായ ഉദാസാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. എന്തായാലും രാജ്യത്തിന്റെ പലയിടങ്ങളിൽ നിന്നും ഇപ്പോൾ ഈ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് പലരും രംഗത്തെത്തുകയാണ്. ഉപികൃഷ്ണൻ.
ശരി, പ്രശസ്ത ഗസൽ ഗായകൻ പങ്കജ് ഉദാസിന്റെ അന്ത്യം സംഭവിച്ച വിവരങ്ങൾ പുറത്തുവരികയാണ്. അദ്ദേഹം അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. മുംബൈയിലെ ആശുപത്രിയിലായിരുന്നു പങ്കജ് ഉദാസിന്റെ അന്ത്യം. മകൾ നയാബ് ഉദാസ് ആണ് അദ്ദേഹത്തിന്റെ മരണവിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. 1986 ഇറങ്ങിയ നാം എന്ന ചിത്രത്തിലെ ചിട്ടിയായി ഹേ വതൻ എന്ന ഹിറ്റ് ഗാനത്തിലൂടെയാണ് പങ്കജ് ഉദാസ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. അതിനുശേഷം പല ഉറുദു വരികളും അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യത്തിലൂടെ ആസ്വദിക്കാൻ നമുക്ക് അവസരമുണ്ടായി. ഗായിക ഗായത്രി നമ്മളോടൊപ്പമുണ്ട്. ശ്രീമതി ഗായത്രി, എങ്ങനെയാണ് പങ്കജ് ഉദാസിന്റെ ഗസലുകളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ വാർത്ത വരുമ്പോൾ? എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയാ, ഒരു വളരെ ദുഃഖകരമായിട്ടുള്ളൊരു ന്യൂസാണിത്. കാരണം പങ്കജ് അങ്കിള് കഴിഞ്ഞ ഇപ്പം 7 മാസം മുമ്പാണ് ഞാൻ അങ്കിളിനെ അവസാനമായിട്ട് കണ്ടത്. ഇവിടെ ഖസാന ഫെസ്റ്റിവല് അദ്ദേഹം ആനുവലി ന്യൂ സിംഗേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഗസൽ ഫെസ്റ്റിവൽ ബോംബെയിൽ നടത്താറുണ്ട്. അപ്പം എന്നെ ലോഞ്ച് ചെയ്തതും അദ്ദേഹം തന്നെയാണ്. എൻ്റെ ഫസ്റ്റ് ആൽബം 6 വർഷം മുമ്പ് പ്രകാശനം ചെയ്തതും അദ്ദേഹമാണ്. അപ്പം ആസ് എ ഗ്രേറ്റ് ഗസൽ സിംഗർ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ അറിയാം. ഗസൽ എന്ന ജോണറിന് ഒരുപാട് ലളിതമായ സുന്ദരമായിട്ടുള്ള മ്യൂസിക് കൊടുത്ത് ആൾക്കാർക്ക്, ഒരു സാധാരണക്കാരന് പോലും റിലേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു റൊമാൻസും ആ ലിറിക്സിൽ കൊണ്ടുവന്ന് അതിനെ വളരെ ജനകീയമാക്കിയത് ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിന്റെ. മ്യൂസിക് നമ്മൾ മാറ്റി വെച്ച് ആസ് എ പേഴ്സൺ ഹി വാസ് എ ഗ്രേറ്റ് സോൾ. അപ്പോ ഐ റിയലി മിസ് ഹിം. നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു അദ്ദേഹം ക്യാൻസർ, പാൻക്രിയാറ്റിക്സ് ക്യാൻസറായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എന്നുള്ളൊരു അറിയായിരുന്നു. വി വർ ഓൾ പ്രേയിങ് ഫോർ ഹിം. പക്ഷെ എന്തായാലും ദൈവനിശ്ചയം, അദ്ദേഹത്തിന്റെ ഫാമിലിയും വളരെ ക്ലോസ് ആണ്. അപ്പം ഞാനിപ്പോൾ ബോംബെയിലാണ്, എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഇറങ്ങേണ്ടി വരും. വൺസ് ദേ put him on public darshan once they do that. അപ്പം prayers and sincere condolences. It's a big ശ്രീമതി shock. ഗായിക, അദ്ദേഹത്തിനുള്ള ഒരു ട്രിബ്യൂട്ട് പോലെ ഒരു 2 വരി പാടുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. പാടാൻ പറ്റില്ല, കാരണം അതൊന്ന് മനസ്സിലാക്കണം. ഞാൻ വളരെ ക്ലോസ് ആണ് ഞാൻ ഫാമിലിയായിട്ട്. അപ്പൊ മനസ്സിലായി. ഓക്കെ, താങ്ക് യു, ബൈ. ശരി ഗായത്രി, താങ്ക് യു. ശ്രീമതി ഗായത്രി ഇപ്പോഴും സംസാരിച്ചതുപോലെ അവർക്ക് വളരെ അടുപ്പമുണ്ട് പങ്കജ് ഉദാസിന്റെ കുടുംബവുമായി. ആ ഗസൽ ഗാനങ്ങൾ ആലപിക്കുകയും മനസ്സിലാക്കുകയും പിന്തുടരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഗായികയാണ് ഗായത്രി. പങ്കജ് ഉദാസിന്റെ നിര്യാണ വാർത്തയാണ് നമ്മളെ തേടിയെത്തിയിരിക്കുന്നത് ഈ നിമിഷത്തിൽ. 72 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഏറെ നാളായി പങ്കജ് ഉദാസ് അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. മുംബൈയിൽ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മകൾ നയാബ് ഉദാസ് ആണ് മരണവിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. ഗസൽ, പങ്കജ് ഉദാസിന്റെ ഗസലുകൾ കേൾക്കാത്തവർ ഉണ്ടാകില്ല. ഉറുദു വാചകങ്ങളെ ഏറ്റവും സംഗീത സാന്ദ്രമായ മാധുര്യമായ ശബ്ദത്തിലൂടെ പ്രേക്ഷകരിലേക്ക്, ശ്രോതാക്കളിലേക്ക് എത്തിച്ച ഗസൽ ഗായകനാണ് പങ്കജ് ഉദാസ്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ചെറിയ ഇടവേള കൂടി, മറ്റു വാർത്തകൾ നമുക്ക് നോക്കാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക് വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകും. സിറ്റിംഗ് MP-മാരിൽ KPCC പ്രസിഡന്റിനും ഇളവില്ല. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം സുധാകരന് നിർദ്ദേശം നൽകി. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തനിക്ക് ഒരു നിർദ്ദേശവും കിട്ടിയിട്ടില്ലെന്ന് K സുധാകരൻ പ്രതികരിച്ചു. എനിക്ക് നിർദ്ദേശം കിട്ടിയില്ല. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ആർക്കെ, കേരളത്തിൽ 19 സിറ്റിംഗ് സീറ്റുകളിലും സിറ്റിംഗ് MP-മാർ മത്സരിക്കട്ടെ എന്ന തീരുമാനം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് കണ്ണൂരിൽ K സുധാകരൻ തന്നെയായിരിക്കും UDF സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിക്കാനാകുമോ? KPCC അധ്യക്ഷൻ പറഞ്ഞത് അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയിട്ടില്ല എന്നാണ്. അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് സുധാകരൻ താൻ അക്കാര്യത്തിൽ ഒരു വ്യക്തത നൽകിയിട്ടില്ല എന്നതാണ് പറയാനായിട്ട് ശ്രമിച്ചത്. സുധാകരന് അങ്ങനെ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അത്തരത്തിലുള്ള ഒരു ആവശ്യം സുധാകരന് മുന്നിൽ വെച്ചിട്ടുണ്ട്. സമീപ ദിവസങ്ങളിൽ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അടക്കം വിലയിരുത്തിയ ശേഷമാണ് സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കണം എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തുന്നത്. കണ്ണൂരിൽ മാത്രമല്ല, കേരളത്തിൽ നിന്ന് വലിയ നേട്ടം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കണ്ണൂരിൽ പറഞ്ഞു കേട്ടതും നിർദ്ദേശിക്കപ്പെട്ടതുമായിട്ടുള്ള പേരുകൾ, ആ പേരുകളിൽ വിജയസാധ്യതയില്ല എന്ന വിലയിരുത്തൽ ആദ്യം ഉണ്ടായിരിക്കുന്നു. രണ്ടാമത്തത്, നിലവിൽ സംഘടനാ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിയ പശ്ചാത്തലത്തിലാണ് സുധാകരൻ
ലോക്സഭയിലേക്ക് മത്സരിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തിയിരിക്കുന്നത്. ഇതിന് സമാനമായിട്ട് ഗോപി സൂചിപ്പിച്ച പോലെ 2 പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ഒന്ന് ആലപ്പുഴയും മാവേലിക്കരയുമാണ്. സുധാകരൻ മത്സരിച്ചില്ല എങ്കിൽ അഥവാ താൻ മാറി നിൽക്കാൻ തയ്യാറാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. ഈ സുധാകരൻ മത്സരിക്കും എന്ന ഒരു സാഹചര്യം വന്നതോടുകൂടി കൊടിക്കുന്നിൽ സുരേഷിന്റെയും സ്ഥാനാർത്ഥിത്വം ഉറപ്പായിരിക്കുകയാണ്. ആലപ്പുഴയുടെ കാര്യത്തിൽ KC വേണുഗോപാലാണ്. KC വേണുഗോപാലിന് അടക്കമുള്ള കോൺഗ്രസിലെ ഒരു പക്ഷം ആളുകൾക്ക് KC വേണുഗോപാൽ ഇപ്പോൾ മത്സരിക്കുന്നതിനോട് അവർക്ക് ഒരു യോജിപ്പില്ല. പക്ഷേ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇപ്പോൾ കരുതുന്നത് അഥവാ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലെ ഒരു വിഭാഗം പറയുന്നത് KC വേണുഗോപാൽ കൂടി സ്ഥാനാർത്ഥിയാകണം എന്നുള്ളതാണ്. കാരണം രാജസ്ഥാനിൽ നിന്നുള്ള ഒരു രാജ്യസഭാ അംഗമാണ് KC വേണുഗോപാൽ. അദ്ദേഹത്തിന് ആലപ്പുഴ പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്ന വിലയിരുത്തലാണ് അതിന്. ശരി ആർക്ക് ഏതായാലും ഞാൻ 19 സിറ്റിംഗ് സീറ്റുകൾ കോൺഗ്രസിന് എന്ന് തെറ്റായി പറഞ്ഞതാണ്. നേരത്തെ പറയുന്നതിനിടയിൽ പറ്റിയ പിശകാണ്. 18 സീറ്റുകൾ UDF-നുള്ളതാണ്. പിന്നെ കണ്ണൂരിലെ സിറ്റിംഗ് സീറ്റിൽ കെ സുധാകരൻ തന്നെ മത്സരരംഗത്തുണ്ടാകുമെന്ന് ഏതാണ്ട് ചിത്രം തെളിയുന്നുണ്ട്. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമൊന്നും തനിക്ക് കിട്ടിയിട്ടില്ല എന്ന് കെ സുധാകരൻ പറയുന്നുണ്ട്. അതേസമയം തന്നെ അത്തരമൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടന്നു കഴിഞ്ഞു എന്നാണ് R രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നൽകുന്ന വിവരം. ഇനി നമുക്ക് മാർക്കറ്റ് വ്യൂവിലേക്ക് കടക്കാം. സൂര്യശ്രീ ഉണ്ട് മാർക്കറ്റ് വ്യൂവുമായി. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബില്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച് ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 383 പോയിന്റ് താഴ്ന്നു. നിഫ്റ്റി 22,150 താഴെ വ്യാപാരം അവസാനിപ്പിച്ചു. IT മെറ്റൽ ഓഹരികളിൽ നഷ്ടം. ലെൻഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തയ്യാറെടുത്ത് പേടിഎം. പ്രവർത്തനങ്ങൾ അടുത്ത മാസം ആദ്യവാരം പുനരാരംഭിക്കും. പേടിഎം പേയ്മെന്റ് ബാങ്ക് ലിമിറ്റഡിന്റെ പ്രവർത്തനങ്ങളുമായി പ്ലാറ്റ്ഫോം ലിങ്ക് ചെയ്തിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ. ലയനത്തിനൊരുങ്ങി ഡിസ്റ്റിയും റിലയൻസിന്റെയും 61% ഓഹരികൾ റിലയൻസ് ഏറ്റെടുത്തെന്ന സൂചന. ലയനം ഈ ആഴ്ച പ്രഖ്യാപിച്ചേക്കും. സ്റ്റാർട്ടപ്പുകൾക്കുള്ള നിയന്ത്രണങ്ങളിൽ ഭേദഗതി വരുത്താനൊരുങ്ങി കേന്ദ്രം. ലിസ്റ്റ് ചെയ്യാത്ത വലിയ സ്റ്റാർട്ടപ്പുകളുടെ സൂക്ഷ്മ പരിശോധന നടത്തും. നിയന്ത്രണ ചട്ടക്കൂടിന് അന്തിമ രൂപം നൽകാൻ വീണ്ടും യോഗം ചേരാൻ സാധ്യത. ഇന്ത്യയിൽ ഇലക്ട്രിക് കാറുകളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് അന്താരാഷ്ട്ര കമ്പനികൾ. തീരുവ 2 വർഷത്തേക്ക് കുറയ്ക്കാൻ അഭ്യർത്ഥിച്ച് ടെസ്ലയും വിൻഫാസ്റ്റും. അടുത്ത വർഷം പകുതിയോടെ വിൻഫാസ്റ്റ് തമിഴ്നാട്ടിൽ ഫാക്ടറി തുറക്കും. ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. നെഗറ്റീവ് ആഗോള സൂചനകളുടെയൊക്കെ ഒരു പ്രതിഫലനം ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിലും പ്രകടമായിരുന്നു എന്ന് തന്നെ പറയാം. വലിയൊരു വിൽപ്പന സമ്മർദ്ദം കാരണം വിപണി ഇന്ന് നഷ്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. IT, ലോഹം എന്നീ മേഖലകളിൽ ഏകദേശം 1% നഷ്ടം ഇന്ന് പ്രകടമായിരുന്നു. മീഡിയ ഓഹരികളിൽ എന്നാൽ ഒരുപക്ഷെ ഒരു നേരിയ നേട്ടം ഉണ്ടായെന്ന് തന്നെ പറയാം. ഏഷ്യൻ പെയിന്റ്സ്, എയർടെൽ ഓഹരികളിലാണ് വൻ നഷ്ടമുണ്ടായത്. സെക്ടറുകളിൽ നിഫ്റ്റി ഓട്ടോ മാത്രമാണ് സൂചികളിൽ ഒരു നേട്ടമുണ്ടാക്കിയെന്ന് പറയാം. ഏഷ്യൻ പെയിന്റ്സിലൊക്കെ തന്നെ ഏകദേശം 4% നഷ്ടമാണ് ഇന്നുണ്ടായത്. നമുക്കിനി സൂചികളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി ഇന്ന് 90 പോയിന്റ് ഇടിവിൽ 22,122 പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്തത് 22,169 വ്യാപാരം ആരംഭിച്ചതെങ്കിൽ ഇന്ന് ഏറ്റവും ലോവസ്റ്റ് പോയിന്റായി 22,075 കടന്ന് നിലവിൽ 22,122 പോയിന്റിലാണ് നിഫ്റ്റി 50യിൽ ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. വലിയൊരു വിൽപ്പന സമ്മർദ്ദം ബാങ്കിംഗ്, IT ഓഹരികളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പ്രകടമാണ്. ഇനി നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ 235 പോയിന്റ് ഇടിവിൽ 46,576 നിഫ്റ്റി ബാങ്കിലും ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിൽ വ്യാപാരത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് സൂചന ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവിടെയും ഒരു വിൽപ്പന സമ്മർദ്ദം പ്രകടമായിരുന്നു. 57 പോയിന്റ് ഇടിവിൽ 20,619 പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും വ്യാപാരം ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഈ ഒരു വിൽപ്പന സമ്മർദ്ദം വളരെയധികം പ്രകടമായിരുന്നു എന്ന് തന്നെ നമുക്ക് വീണ്ടും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 352 പോയിന്റ് ഇടിവിൽ 72,790 പോയിന്റിലാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയൊക്കെ തന്നെ വലിയ റെക്കോർഡ് പിന്നിട്ട ഓഹരി വിപണിയായിരുന്നു. പക്ഷേ ഈ ആഴ്ചയുടെ ആദ്യ ദിനം തന്നെ ഒരു വിൽപ്പന സമ്മർദ്ദം വിപണിയിൽ പ്രകടമായിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലൊരു ലാഭമെടുക്കലിൻ്റെയൊക്കെ ഒരു സൂചനയാണോ ഇതെന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ് DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ്. ഗുഡ് ഈവനിംഗ് ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് ഒരു നെഗറ്റീവ് നോട്ടിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയൊരു കൺസോൾട്ടേഷനുള്ള ഒരു സാധ്യതയാണോ ഇത്?
മാർക്കറ്റ് ഇന്ന് നമ്മൾ കാലത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ആണ് ഇന്ന് ഉണ്ടായേക്കുന്നത്. ഹൈ 22,200 വരെ വന്നു, ലോ 22,075 വന്നു. ഇത് രണ്ടും കാലത്ത്, അതായത് ഉച്ചയ്ക്ക് മുമ്പ് വന്ന ലെവലുകളാണ്. അതിനുശേഷം ഈ 125 പോയിന്റിന്റെ ഉള്ളിലുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. ഇതൊരു കൺസോൾട്ടേഷൻ ഫേസിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. വരുന്ന ദിവസങ്ങളിലും ഇതുപോലെ തന്നെ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ട് നിൽക്കാനുള്ള സാധ്യതകളാണ് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ളത്. മാത്രമല്ല ഈ വ്യാഴാഴ്ച നിഫ്റ്റി മന്ത്ലി ഫ്യൂച്ചേഴ്സിൻ്റെ ക്ലോസിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടും പൊസിഷൻ ഉള്ളവരുടെ സ്ക്വയർ ഓഫും കാര്യങ്ങളും ഒക്കെ ഈ വ്യാഴാഴ്ചക്കുള്ളിൽ നടക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളും ഈ മാർക്കറ്റിനെ റേഞ്ച് ബൗണ്ടായിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, മാർക്കറ്റ് ഇന്ന് 90 പോയിന്റ് നിഫ്റ്റി താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നതെങ്കിൽ പോലും പല ഷെയറുകളും ഇന്ന് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പോളിസി ബസാർ 7% ഉയർന്നു, പേടിഎം 5% ഉയർന്നു, LNT 2.5% ഉയർന്നു, അതുപോലെ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് 4% ഉയർന്നു. അദാനിയുടെ സ്റ്റോക്കുകളെല്ലാം ഇന്ന് ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അദാനി എനർജി 8%, അദാനി പവർ, അദാനി ഗ്രീൻ, അദാനി വിൽമർ എല്ലാം 2% വീതം ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് മാർക്കറ്റിനെ സംബന്ധിച്ചോളം ചില സ്ക്രിപ്പുകൾ താഴെ പോയെങ്കിലും, പ്രധാനമായിട്ട് IT, സ്റ്റീലൊക്കെ താഴെ പോയെങ്കിലും മറ്റ് പല സെക്ടറുകളിലും പോസിറ്റീവായിട്ട് ഇൻഡിവിജ്വൽ സ്ക്രിപ്പുകൾ മൂവ് ചെയ്യുന്നുണ്ട്. നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ ഇന്ന് അതിഥിയായി എത്തിയത്. ഇനി 4ാം പാദ US ഇന്ത്യ GDP ഡേറ്റകളൊക്കെ പുറത്തു വരാനിരിക്കുന്നു. മാനുഫാക്ചറിംഗ് ഡേറ്റ, IPO, അങ്ങനെ നിരവധി ഘടകങ്ങളും ഈ ആഴ്ച വിപണിയെ സ്വാധീനിച്ചേക്കാവുന്ന ഘടകങ്ങളാണ്. എന്തായാലും വിപണിയിൽ നിക്ഷേപകർ ഉറ്റുനോക്കി തന്നെ കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മാർക്കറ്റ് വ്യൂവിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നാളെ രാവിലെ 9:45 കാണാം. ഇനി ഇന്ന് സംഭവിച്ചതുമായി KR ഗോപികൃഷ്ണൻ തുടരും. വാർത്തയിലേക്ക് വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ. പാണക്കാട് ചേരുന്ന ലീഗ് നേതൃയോഗത്തിന് ശേഷമാകും പ്രഖ്യാപനം ഉണ്ടാകുക. അതേസമയം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം നമ്മളോടൊപ്പം ചേരുന്നു. സമീർ, നാളെയാണ് മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് സംബന്ധിച്ച ആവശ്യത്തിലെ നിർണായകമായ തീരുമാനം വരാനിരിക്കുന്നത്. രാജ്യസഭാ സീറ്റ് നൽകിയ ആവശ്യം തൽക്കാലം മറികടക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. അതേ വഴിക്കാണോ ലീഗിലെ ആലോചനകൾ? ഗോപി, തീർച്ചയായും മുസ്ലിം ലീഗ് രാജ്യസഭാ സീറ്റ് എന്നുള്ള കോൺഗ്രസിന്റെ ഈ ഒരു ഓഫർ അംഗീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി വിദേശത്ത് നിന്നെത്തും. തുടർന്ന് നാളെ രാവിലെ 10 മണിക്ക് പാണക്കാട് മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ചേരും. ഈ യോഗത്തിൽ വളരെ വിശദമായി തന്നെ 3ാം സീറ്റിന് പകരമായി കോൺഗ്രസ് മുന്നോട്ട് വെച്ച രാജ്യസഭാ സീറ്റിന്റെ കാര്യം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യും. സ്വാഭാവികമായും മുസ്ലിം ലീഗ് ഇത് അംഗീകരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിൽ നടക്കുന്ന ചർച്ചകൾ എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ ഈ 2 സീറ്റുകളിലേക്കുള്ള, അതായത് സിറ്റിംഗ് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ചടുലമായ ചർച്ചകളാണ് ഇപ്പോൾ ലീഗിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. നാളെ യോഗം ചേരുന്നതിന് മുന്നോടിയായി ഒരു തീരുമാനത്തിലെത്തി യോഗത്തിൽ ചെറിയൊരു ചർച്ച നടത്തി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് നിലവിലെടുത്തിരിക്കുന്ന ഒരു തീരുമാനം. ഈ പശ്ചാത്തലത്തിൽ നിലവിൽ മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ MP മത്സരിക്കാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ പൊന്നാനിയിൽ അബ്ദുൽ സമദ് സമദാനിയെ മത്സരിപ്പിക്കണോ, അതല്ല അബ്ദുൽ സമദ് സമദാനിയെ രാജ്യസഭയിലേക്ക് അയച്ച് പകരം അവിടെ മറ്റാരെങ്കിലും മത്സരിപ്പിക്കണോ എന്നുള്ള കാര്യത്തിലുള്ള ഒരു അന്തിമമായ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാളത്തോടു കൂടി അല്ലെങ്കിൽ യോഗത്തോടു കൂടി ആ ഒരു തീരുമാനം ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പൊന്നാനി കൂടി തീരുമാനമാകുന്ന പശ്ചാത്തലത്തിൽ നാളെ തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് നിലവിലെടുത്തിരിക്കുന്ന ഒരു തീരുമാനം. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ അതിചടുലമായ ചർച്ചകളാണ് ലീഗിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. 3ാം സീറ്റ് എന്ന ആവശ്യത്തിൽ തൽക്കാലം കടുംപിടുത്തമുണ്ടാകില്ല. രാജ്യസഭാ സീറ്റ് നൽകിയ പ്രശ്നത്തെ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസുണ്ട്. ആ നിലയ്ക്ക് തന്നെയുള്ള തീരുമാനം ലീഗിൽ നിന്ന് നാളെ ഉണ്ടാകും എന്നാണ് സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ചെറിയ ഇടവേള കൂടി, മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 4 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് CPI ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. CPI മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. KPCC അധ്യക്ഷൻ K സുധാകരൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകൾ തെളിയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സംസ്ഥാനത്തെ മത്സര ചിത്രം എപ്പോൾ തെളിയും? അലക്സറ മുഹമ്മദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അലക്സ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയായിട്ടില്ല. CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക നാളെ വരാനിരിക്കുന്നു. CPIയുടേത് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. എപ്പോഴായിരിക്കും സംസ്ഥാനത്ത് 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും ചിത്രം തെളിയുക? എപ്പോഴാണ് നമ്മളത് പ്രതീക്ഷിക്കേണ്ടത്? ഗോപി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആദ്യം തന്നെ സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിവെച്ചത് കോൺഗ്രസ് ആണ്, UDF ആണ്. പക്ഷേ ഇപ്പോഴും കീറാമുട്ടിയായത് അവശേഷിക്കാതെ നിൽക്കുന്നതും
കോൺഗ്രസിലാണ് UDF-ലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള 3ാം സീറ്റ് വിവാദം നമ്മൾ കണ്ടതാണ്. നിലവിൽ മുസ്ലിം ലീഗിന്റെ സീറ്റ് സംബന്ധിച്ച് അത് 2 സീറ്റാണെന്ന് പറയുന്നു, ഒരു രാജ്യസഭാ സീറ്റ് കൊടുക്കുമെന്ന് പറയുന്നു. RSP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കേരള കോൺഗ്രസും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ നിലവിലെ സിറ്റിംഗ് MP-മാർ മത്സരിക്കട്ടെ എന്നൊരു തീരുമാനം കോൺഗ്രസ് എടുത്തു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കെ സുധാകരൻ കണ്ണൂരും ആലപ്പുഴയിൽ മത്സരിക്കാനുള്ള സന്നദ്ധത KC വേണുഗോപാലും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവർ കൂടി മത്സര രംഗത്തുണ്ടാകും. കെ സുധാകരൻ മാറി നിൽക്കുമെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും കെ സുധാകരന്റെ പേര് AICC തന്നെ മുന്നോട്ട് വെച്ച സ്ഥിതിക്ക് കെ സുധാകരൻ മത്സര രംഗത്തുണ്ടാകും. ഇനി ഈ പ്രഖ്യാപനം എപ്പോൾ ഉണ്ടാകും എന്നുള്ള കാര്യമാണ്. അത് അടുത്ത വാരത്തോടുകൂടി, മാർച്ച് ആദ്യ വാരത്തോടുകൂടി ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം തുടങ്ങിയത് കോൺഗ്രസ് ആണ്. പക്ഷേ ഏറ്റവും അവസാനം സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുകയും UDF-ഉം കോൺഗ്രസും ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റ് മുന്നണികളിലേക്ക് വന്നാൽ LDF-ൽ CPI അവരുടെ 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാണി കോൺഗ്രസ്, കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗം അവരുടെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനെ കോട്ടയത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവശേഷിക്കുന്ന 15 സീറ്റുകളിൽ CPM സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. അങ്ങനെ CPM-ഉം LDF-ഉം കളത്തിലിറങ്ങുന്നു അടുത്ത ദിവസം മുതൽ എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. NDA ക്യാമ്പിലേക്ക് എത്തുമ്പോൾ NDA-യിൽ 16 സീറ്റുകളിൽ BJP-യും 4 സീറ്റുകളിൽ BDJS-ആണ് മത്സരിക്കുന്നത്. അതിൽ കോട്ടയത്ത് BDJS-ന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയാകും. മറ്റ് 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ആ ജില്ലകളോട് പട്ടിക നൽകാൻ BDJS സംസ്ഥാന ഘടകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ചർച്ചകൾ BDJS-ൽ പുരോഗമിക്കുന്നു. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ പരിശോധിക്കുകയായിരുന്നു. ഇനി ഇപ്പോൾ കിട്ടിയ വാർത്തകളിലേക്ക് പ്രേക്ഷകർക്ക് എത്താം. ഗോകുല രവിയും സോന ജെറിയും ചേരുന്നു പ്രേക്ഷകർക്കൊപ്പം ഉടൻ. നമസ്കാരം.